തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെ മലപ്പുറം ജില്ലയിൽ അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടി CPM. ലീഗും അതേപടിയാണ്. കൈയും കാലും വെട്ടുമെന്നാണ് നേതാക്കളുടെ കൊലവിളി പ്രസംഗം. തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ തുടർന്ന് ചിലയിടങ്ങളിൽ അക്രമങ്ങളും നടന്നിരുന്നു. വനിതാ പ്രവർത്തകരെ അധിക്ഷേപിച്ച് മറ്റൊരു LDF സ്വതന്ത്രനും രംഗത്തെത്തി. മലപ്പുറം ജില്ലയിൽ CPM-ന്റെയും ലീഗിന്റെയും നേതാക്കളുടെ കൊലവിളി പ്രസംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെയാണ് അക്രമത്തിന് കോപ്പുകൂട്ടുന്ന പ്രസംഗവുമായി നേതാക്കൾ രംഗത്ത് വരുന്നത്. വളാഞ്ചേരിയിൽ കൊലവിളി പ്രസംഗം നടത്തിയത് യൂത്ത് ലീഗ് പ്രാദേശിക നേതാവും മുൻ കൗൺസിലറുമായ ശിഹാബുദ്ദീനാണ്. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. അവരാ വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDF-ന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCC-യുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവരെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കയ്യോങ്ങിയാൽ വീട്ടിൽ കയറി കാൽ തല്ലിയൊടിക്കുമെന്നായിരുന്നു ഭീഷണി. അതേസമയം വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ മുൻ CPM പ്രതിനിധി ഫൈസലിന്റേതായിരുന്നു മറ്റൊരു കൊലവിളി പ്രസംഗം. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. CPM-നെ രാഷ്ട്രീയ കളി പഠിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തുമെന്നായിരുന്നു ഭീഷണി. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങളും ഉണ്ടായിരുന്നു. തെന്നല പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും വിജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KV മജീദിന്റേതാണ് സ്ത്രീ വിരുദ്ധ വിവാദ പ്രസംഗം. ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ 20 പേരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 22 പേരെയല്ല 200 പേരെ ഇറക്കാൻ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളെല്ലാം കല്യാണം കഴിച്ചു കൊടുന്ന പെൺകുട്ടികളുണ്ട്. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾക്കൊക്കെ എന്നെ തറവാട് നോക്കുന്നത്. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തിയുറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തിയുറങ്ങുവാനാണ്. CPM അക്രമ രാഷ്ട്രീയം തുടരുമ്പോൾ അതേ പാതയിൽ മറുപടി നൽകുകയാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും. ജനം, മലപ്പുറം.